എൻ്റെ വീടല്ലാതെ ഞാൻ വേറെ എവിടെയൊന്നും സംസാരിക്കുന്നതോന്നല്ലേ. അതെ അതെയൊന്നും ഇതിന് ശരിക്കും എങ്ങനെയാണ് ഇൻട്രോ എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് ശരിക്കും ഡോക്യുമെന്റ് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഹാഫ് ഡേ എടുത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും ഡോക്യുമെന്റ് ചെയ്യാതെ തന്നെയാണ് കടന്നുപോയത്. അപ്പം ഞാനും മാത്രം കൂടെ നമ്മൾ ഗോവ വരെ ഒന്ന് വന്നതാണ്. ഗോവയൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ എന്ന രീതിയിൽ. അപ്പോൾ ഇപ്പം സമയം ഒരു 1 മണി ആയിട്ടുണ്ട്. അപ്പം ലഞ്ച് കഴിക്കണം. പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ ബീച്ചസ് ആണ് ഫേമസ് ആയിട്ടുള്ളത്. അപ്പം ബീച്ചസിലൊക്കെ ഉച്ചയ്ക്ക് പോകാൻ വേണ്ടി വയ്ക്കും. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അന്നേരമാണ് മാത്രം പറഞ്ഞേ നമുക്കിവിടെ സ്നോ പാർക്ക് ഉണ്ട്. അപ്പം ഞങ്ങളുടെ പ്രായം അതിന് പറ്റിയതാണല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്ന പോലെ കുറച്ച് നേരം പോയി മഞ്ഞത്തൊക്കെ കളിച്ചിട്ട് വരാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ ദിവസം ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ രീതിയിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ, സന്തോഷമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, രസമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഐ ഷോ യു. പോവാ. Where are you going? സ്നോ പാർക്കിൽ കളിക്കുന്നത്. മാത്യൂസ് ചേട്ടാ ഒരു ഹായ് പറയോ? അങ്ങനെ അത്യാവശ്യം ഒരു 20 മിനിറ്റത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ സ്നോ പാർക്ക് കളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വഴിയൊക്കെ തെറ്റിപ്പോയി വന്ന വഴിക്ക്. അതാണ് ലേറ്റ് ആയത്. കൊടും ചൂടാണ്. 10:30 ഇത് ഓപ്പൺ ആയതായിരുന്നു. അങ്ങനെ മാത്രം പറയുന്നത്. 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ തിരിച്ച് അങ്ങടേക്ക് പോയത്. നമുക്ക് വഴി അങ്ങോട്ട് പിടികിട്ടിയില്ല. അപ്പോൾ ഇനി സ്നോ പാർക്കിലെ പരിപാടി. മഞ്ഞുമലകളിലേക്ക് സ്വാഗതം. ആ തണുപ്പെനിക്ക് പറ്റുന്നില്ല. ഫസ്റ്റ് എടുത്ത രീതിയിലാണ്. ഞങ്ങൾ സ്നോയിലൊരു 1 മണിക്കൂർ അടുത്ത് തുമ്മും തോന്നുന്നു. ഒരു വട്ടം അല്ലെങ്കിൽ കാലൊക്കെ മരവിച്ച ഒരു പരുവത്തിനായിട്ട് ഞങ്ങൾ പിന്നെ വെളിയിൽ വന്ന് കുറേ നേരം ഇരിക്കുന്നു. പിന്നെ ഒന്നുകൂടെ കയറുക ചെയ്തത്. ഇങ്ങനെ സ്പൂണും ഫോർക്കൊക്കെ വെച്ചാൽ കഴിക്കത്തുള്ളോ? അതെന്നാ മാത്രം പറയുന്നുണ്ടായി. വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രാന്തുണ്ടെന്ന് മാത്രം അറിഞ്ഞൂടായിരുന്നു. ചപ്പോവ ഹോട്ടലോട് പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഞാൻ മാത്രമേ പിടിച്ചെന്നാലേ അമ്മാതിരി വിശപ്പായിരുന്നു. ഇപ്പോഴാണ് അന്ന് സന്തോഷമായിരുന്നു. അങ്ങനെ കഴിച്ച ലഞ്ച് ദഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയ സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചപ്പോറ ഫോർട്ട്. അപ്പോൾ ഇതാണ് ചപ്പോറ ഫോർട്ട്. എത്തിയില്ല, കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നടന്നു കഴിയുമ്പോൾ എത്തും. അടുത്തു 4 സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹിസ്റ്ററി പറഞ്ഞുതരാം. നോക്കിയാൽ ഇത് മാസം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ ചപ്പോറ ഫോർട്ട് 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുക. ഇപ്പം സമയം 4:30. ഇപ്പം തന്നെ ഞങ്ങൾ എൻ്റെ മേളിലെത്തും. ഇത് പണ്ട് കാലത്ത് ഈ ശത്രുക്കളുടെയൊക്കെ കപ്പൽ കടലിക്കടയൊക്കെ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയതായിരുന്നു ഈ ചപ്പോറ ഫോർട്ട്. പക്ഷേ എന്ന് വിചാരിച്ച് അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിരുന്നില്ല ഈ പോർട്ട്. ഇത് ഫേമസ് ആക്കിയത് എന്താണെന്ന് അറിയാമോ? അമീർ ഖാനെ സെയ്ഫ് അലി ഖാൻ്റെ ഒക്കെ ഒരു മൂവിയുണ്ട്, ദിൽ ചാഹ്താ ഹെ. ആ മൂവിയുടെ അകത്ത് ഈ ഡെസ്റ്റിനേഷനുണ്ട്. അങ്ങനെയാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഞാൻ മൂവി കണ്ടിട്ടില്ല, ഇനി ചെന്നിട്ട് വേണം നമ്മൾ വന്ന സ്ഥലം മൂവിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമാട്ടോ. മേളിലോട്ട് കയറാൻ തോന്നും. മലയാളത്തിലൊരു സീനുണ്ട്.
അങ്ങനെ ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി മേളിലെത്തി കഴിയുമ്പോൾ ഇതായി കാണുന്ന മതിലില്ലേ, ഈ മതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 നടക്കല്ല് വെച്ചിട്ടുണ്ട്. അത് കയറി ഈ മതിൽ കയറി നിന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ്. ഇവിടെ ചെയ്യാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇരിക്കുക, കണ്ണ് നിറച്ചിത് കാണുക, അത് മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ. ഇവിടെ മാത്രം ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എഴുന്നേക്കുന്ന ഒരു ടാസ്ക്കായി മാറുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നും പിന്നെ നടക്കലേ നിന്നും ഒക്കെയാണ് കണ്ടത്. അവിടുന്ന് കുറച്ചങ്ങ് മാറിയപ്പോൾ കണ്ടതാണ് ഇതാ ഈ ഒരു ഏരിയ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫോട്ടോകളിലും ഉള്ളതുപോലെ ഈ ഭടന്മാർക്കൊക്കെ നിന്ന് ഒബ്സർവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. പക്ഷേങ്കിൽ ആ കൊടും ചൂടത്ത് ഒരു ഇച്ചിരിയേലും എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരേ ഒരു ഏരിയ അവിടെ ഇതാണ്. അങ്ങനെ ഇതാണ് ചപ്പോറ ഫോർട്ട്. ചപ്പോറ ഫോർട്ടൊക്കെ കണ്ടു. ഇവിടുത്തെ കല്ല് വേറൊരു രീതിയിലല്ല ഇരിക്കുന്നത്. മാത്രം പറയുന്നു വെട്ടുകല്ലിൻ്റെ എന്താ അത്, പൊടി അങ്ങനെ കല്ല് പോലെ കിടക്കുന്നത് എന്ന് മാത്രം പറയുന്നു. എനിക്കറിയില്ല, പക്ഷേ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. കയറി വരുന്ന സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലത്തെ കല്ലാണ് ഇപ്പോൾ കാണിച്ചിരുന്നില്ലേ, അതേപോലത്തെ. ഈ ഫോർട്ടിൽ മാത്രം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് പറയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്കത് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞു മാത്രം ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാമോ? എനിക്കും അതെ. ഉറങ്ങിയല്ലേ എന്നെ എൻ്റെ കൊണ്ട് ചെയ്തോ, ഞാനൊക്കെ ആദ്യം ഉറങ്ങി. നല്ല സുഖമായി ഇവിടെ. ആവിടെ ആ ഒരു കാറ്റും ഒരു തണലും ഉള്ളത് അതിൻ്റെ അത് മാത്രമാണ്. അടുത്ത് ഇനി ബസ്സിൽ എവിടെ ഇരുന്നിട്ട് 5 മണി വരെ ഉള്ളൂ. ഇപ്പോൾ സമയം 5 മണി. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു പാസ് കൊടുക്കത്തില്ലായിരിക്കും. ഇനി പാസ്സില്ല, പക്ഷേ ഒരു 5 ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആൾക്കാരെ അപ്പം കയറ്റി കൊടുത്തില്ലായിരിക്കും. അങ്ങനെ അല്ലായിരിക്കും. ഓൺ ടൈമാണ്. ഇറങ്ങിപ്പോ അങ്ങനെ അത്യാവശ്യം നീണ്ട ഒരു നടത്തത്തിനും അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് താഴെ എത്തുന്ന സമയത്താണ് ഞങ്ങൾ ഇത് കേട്ടത്. ആ ദീദിയുടെ ആ പറച്ചിൽ ഞങ്ങൾ വീണു. ഞാൻ ഓർഡർ ചെയ്തതൊരു മിനിറ്റ് ലൈമാണ്, പക്ഷെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ മാത്രമുള്ള വൈഭവം കൂടുതൽ കൊണ്ട് മാത്രം ഓർഡർ ചെയ്തായിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗോവയിലെ ഫസ്റ്റ് ഡേ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ പോയ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് അഞ്ജന ബീച്ച്. അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ചുമ്മാ നടക്കുന്ന സമയത്താണ് ദാ ഇങ്ങനൊരു പാറ കാണുന്നത്. അത് കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഇതെനിക്കറിയാം ഇതിനു മുമ്പ് എന്ന് പറഞ്ഞ് മാത്രം എന്നെ വിളിച്ചുകൊണ്ട് പോയത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറ കടലിൻ്റെ മേളിലൊരു സർഫസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ കണ്ട കുഴികൾ കണ്ടോ, അതായത് നല്ലൊരു തിര വരുന്ന സമയത്ത് ഈ കുഴി കൂടെ തിര ചീറ്റും. അതാണ് സംഭവം. ചെറുതായിട്ട് വരും. അയ്യോ അപ്പോഴത്തേക്കും സൺസെറ്റിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് സമാധാനമായിട്ട് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. മാതൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് അഞ്ജന ഫോർട്ടിൽ അഞ്ജന ബീച്ചിന്റെ ആ ഓക്സിന്റെ ഇടയിൽ കൂടെ വെച്ച വെള്ളം ചീറ്റുന്ന കാര്യം എങ്ങനെ എനിക്കറിയാം. അങ്ങനെ സീക്രട്ടുകളാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് ഗോവൻ നൈറ്റ് വൈബ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പോകുന്ന 2 അൺറൊമാൻറ്റിക് മനുഷ്യരെയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കണ്ടോളിം ബീച്ച്. ഈ ബീച്ചിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നിറച്ച് ഷാർക്സാണ്. പക്ഷേങ്കിൽ ഇതിലൊന്നും ഒത്തിരി മനുഷ്യരൊന്നുമില്ല. ചില ഷാർക്സിൽ നിറയെ ആളുകളും ചിലതിൽ ഒട്ടും ആളുകളില്ല. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത ഷാർക്ക്. ഇതായിരുന്നു. ഇതിപ്പോൾ ഒരു 4 മാസം മുമ്പ് നടന്ന കഥയായതുകൊണ്ട് അന്ന് ഞാൻ എന്താ കഴിച്ചതെന്ന് സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്വാഭാവികമായും കഴിച്ച ഫുഡ് ദഹിപ്പിക്കാൻ വേണ്ടി കടൽ തീരത്ത് കിടന്ന് മല്ലടിക്കുന്ന മാത്രമാണിത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ പോകുന്നതോടുകൂടി ഗോവൻ ഡേ 1 ഇവിടെ പര്യവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ, പര്യവസാനിക്കുകയാണ്.